ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ BJP ഒറ്റയ്ക്ക് ഭരണം പിടിച്ച ഒരു സംസ്ഥാനമാണ് ഒഡീഷ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പമാണ് ഒഡീഷയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. മുൻപുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJP അവിടുത്തെ പ്രബല കക്ഷിയായ BJDയുമായിട്ട് സഖ്യം ചേർന്നാണ് മത്സരിക്കുകയും അവിടെ വിജയിച്ച് ഭരണത്തിൽ ഇങ്ങനെ പോവുകയുമായിരുന്നു. എന്നാൽ 2024 ആയപ്പോൾ ഇനി BJDയുമായിട്ട് ഒന്നിച്ചു പോകാൻ സാധ്യമല്ല, ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് ഭരണം പിടിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി BJP അവിടെ ഒറ്റയ്ക്ക് രംഗത്തിറങ്ങുകയും മത്സരിച്ച് ഭരണം പിടിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. BJD അവിടെ 2ാം സ്ഥാനത്തേക്ക് ഏതാണ്ട് 30 വർഷത്തോളം നീണ്ട നവീൻ പട്നായിക്കിന്റെ ഭരണത്തിന് അറുതി വരുന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും ഒഡീഷയിൽ വീണ്ടും വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അത് രാജ്യസഭയിലേക്കാണ്. ഈ മാസം 16-ാം തീയതിയാണ് ഒഡീഷയിൽ ഒഴിവ് വരുന്ന 4 രാജ്യസഭാ സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ ഭരണകക്ഷിയായ BJPക്ക് 2 സീറ്റുകൾ നിശ്ചയമായും വിജയിക്കാൻ കഴിയും. അത് അവർ 2 സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. പിന്നീട് BJDക്കാണ് സാധ്യതയുള്ളത്. അവർ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. അവർക്കും തങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഈസിയായിട്ട് വിജയിപ്പിച്ചെടുക്കാൻ കഴിയും. എന്നാൽ 4ാമത്തെ സീറ്റിലേക്ക് ശക്തമായ ഒരു മത്സരമാണ് നടക്കാൻ പോകുന്നത്. കാരണം ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അവിടെ ഈ 4ാമത്തെ സീറ്റിലേക്ക് സ്ഥാനാർത്ഥിയെ നിർത്തി വിജയിപ്പിച്ചെടുക്കുക എന്നത് സാധ്യമായ ഒരു കാര്യമല്ല. അതിന് കാരണം ഒഡീഷയിൽ 147 നിയമസഭാ സീറ്റുകളാണുള്ളത്, അല്ലെങ്കിൽ നിയമസഭാ അംഗങ്ങളാണുള്ളത്. അവിടെ ഒരു രാജ്യസഭാ അംഗത്തെ തിരഞ്ഞെടുക്കാൻ 30 MLAമാരുടെ പിന്തുണയാണ് വേണ്ടത്. BJPയെ സംബന്ധിച്ച് 79 സീറ്റുകളാണുള്ളത്. 3 സ്വതന്ത്രരുടെ പിന്തുണയുണ്ട്. BJDയുമായി തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്ന 2 MLAമാരും സ്വാഭാവികമായിട്ടും BJPയെ പിന്തുണയ്ക്കും. അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് 84 MLAമാരുടെ പിന്തുണ BJPക്കുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 2 സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച് ജയിപ്പിക്കുമ്പോൾ 60 MLAമാർ വോട്ട് ചെയ്യണം. അങ്ങനെ 60 വോട്ടുകൾ നഷ്ടപ്പെടും. പിന്നീട് അവർക്ക് ശേഷിക്കുന്നത് 14 വോട്ടുകൾ മാത്രമാണ്. ആ 14 വോട്ടുകൾ കൊണ്ട് 3ാമത്തെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയില്ല. വീണ്ടും ഒരു 16 വോട്ടുകൾ കൂടി ലഭിക്കേണ്ടതുണ്ട്. മറുവശത്ത് BJDയെ നോക്കുകയാണെങ്കിൽ അവർക്ക് 50 MLAമാരാണ് ഉണ്ടായിരുന്നതിൽ 2 പേര് തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുന്നു. പിന്നീട് 48 MLAമാരാണുള്ളത്. അതിൽ തങ്ങളുടെ 1ാമത്തെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുമ്പോൾ അവർക്ക് 30 വോട്ടുകളാണ് വേണ്ടത്. ശേഷിക്കുന്നത് പിന്നീട് 18 വോട്ടുകളാണ്. അതുകൊണ്ട് അവർക്കും 4ാമത്തെ സീറ്റിലെ സ്ഥാനാർത്ഥി വിജയിപ്പിക്കാൻ കഴിയില്ല. അവിടെ നിർണായകമാകുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 14 സീറ്റുകളാണ് ലഭിച്ചത്. ശക്തമായൊരു മുന്നേറ്റമാണ് അവർ ഇത്തവണ ഒഡീഷയിൽ നടത്തിയത്. പിന്നീട് CPM പ്രതിപക്ഷത്തിനൊപ്പമാണ്. CPMന് 1 സീറ്റുണ്ട്. അങ്ങനെ BJDക്ക് ശേഷിക്കുന്ന 18ഉം കോൺഗ്രസിന്റെ 14ഉം CPMന്റെ 1 കൂടി ചേർത്താൽ ഏതാണ്ട് 33 അംഗങ്ങളുടെ പിന്തുണ BJDക്കും പ്രതിപക്ഷത്തിനുമായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവർക്ക് ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ ഈ 4ാമത്തെ സീറ്റിലെ സ്ഥാനാർത്ഥിയെ ഈസിയായിട്ട് വിജയിപ്പിച്ചെടുക്കാൻ കഴിയും. മറുവശത്ത് BJPയെ സംബന്ധിച്ച് അവർക്ക് 4ാമത്തെ സീറ്റിലെ നിർത്തുന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഭഗീരഥ പ്രയത്നം തന്നെയാണ്. കാരണം അവർക്ക് പിന്നീട് ശേഷിക്കുന്നത് 14 MLAമാരുടെ പിന്തുണയാണ്. അവിടെ നിന്നും 16 അംഗങ്ങളുടെ കൂടി പിന്തുണ വേണ്ടതുണ്ട്. അതിന് പ്രതിപക്ഷത്തിൽ നിന്ന് ആരെങ്കിലുമൊക്കെ തന്നെ BJPയെ സഹായിക്കേണ്ടി വരും. ആ സാഹചര്യത്തിലാണ് 4ാമത്തെ സീറ്റിൽ വളരെ നിർണായകമായിട്ടുള്ള, വളരെ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം നടക്കുന്നത്. അത് മുന്നിൽ കണ്ടുകൊണ്ട് കോൺഗ്രസ് അവിടെ ഒരു ബുദ്ധിപരമായ നീക്കമാണ് ഇത്തവണ നടത്തുന്നത്. 4ാമത്തെ സീറ്റിലേക്ക് തങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ, ഒരു പൊതുസമ്മതനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ നിർത്തുക എന്ന നിർദ്ദേശം കോൺഗ്രസിന്റെ അവിടുത്തെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ഭക്തചരൺ ദാസ് മുന്നോട്ട് വെച്ചു. മാത്രമല്ല ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം 2 ദിവസം മുൻപ് നവീൻ പട്നായിക്കിനെ ചെന്ന് കാണുകയും അദ്ദേഹവുമായിട്ട് ഇക്കാര്യം വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുകയും ചെയ്തു. ഒരു പൊതുസമ്മതനായിട്ടുള്ള വ്യക്തിയെ നിർത്തുകയാണെങ്കിൽ തങ്ങളുടെ പിന്തുണ ഉറപ്പാണ്, ഒരു സ്ഥാനാർത്ഥി നമുക്ക് വിജയിപ്പിച്ചെടുക്കാം എന്നൊരു നിർദ്ദേശം അദ്ദേഹം വെച്ചത് നവീൻ പട്നായിക്ക് അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ കഴിഞ്ഞ ദിവസം നവീൻ പട്നായിക്ക് BJDയുടെ 2 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ഒരാൾ എന്ന് പറയുന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് BJDയിലേക്ക് വന്നു ചേർന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേര് സംതൃപ്ത് മിശ്ര എന്നാണ്. അദ്ദേഹം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കട്ടക്ക് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും
മത്സരിച്ചിരുന്നു, എന്നാൽ അദ്ദേഹം പരാജയപ്പെട്ടു. പിന്നീട് അദ്ദേഹം നവീൻ പട്നായിക്കിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിട്ട് മാറി. മാത്രവുമല്ല, അദ്ദേഹം BJD നാഷണൽ സ്പോക്സ് പേഴ്സണുമാണ്. രണ്ടാമത്തെ സീറ്റിലേക്ക്, അതായത് 4ാമത്തെ സീറ്റിലേക്ക് BJD പൊതുസമ്മതനായിട്ട് നിർത്തിയിരിക്കുന്നത് ദത്തേശ്വർ ഹോത്ത എന്ന് പറയുന്ന ഒരു ഡോക്ടറെയാണ്. അദ്ദേഹം ഒഡീഷ യൂണിവേഴ്സിറ്റി ഹെൽത്ത് സയൻസിന്റെ മുൻ വൈസ് ചാൻസലറാണ്. മാത്രവുമല്ല, അദ്ദേഹം പ്രഗത്ഭനായിട്ടുള്ള ഒരു യൂറോളജിസ്റ്റുമാണ്. ആ ഹോത്തയാണ് 4ാമത്തെ സീറ്റിലേക്ക് പൊതുസമ്മതനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ നവീൻ പട്നായിക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് കോൺഗ്രസ് അവിടെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വരുന്ന 4ാമത്തെ സീറ്റിൽ ഈ 3 പാർട്ടികളും BJDയും കോൺഗ്രസും CPM ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ, പൊതുസമ്മതനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയും. കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ ഭക്തചരൺദാസ് പറയുന്നത്, മിശ്ര ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു മത്സരത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കണം. പല സമ്മർദ്ദങ്ങളും അദ്ദേഹത്തിന് മുകളിൽ ഉണ്ടാകും. അദ്ദേഹം പിന്തിരിയരുത്. അദ്ദേഹം ശക്തമായിട്ട് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ തങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകും. അദ്ദേഹത്തെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. അതിന് ഹൈക്കമാൻഡ് ഉൾപ്പെടെ പിന്തുണ അത്തരത്തിൽ BJDക്ക് പിന്തുണ കൊടുക്കുന്നതിൽ ഉണ്ട്. ഇതിനകത്ത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നവീൻ പട്നായിക് കോൺഗ്രസിന്റെ ഒരു പിന്തുണ ഇത്തരത്തിലൊരു രാജ്യസഭാ സീറ്റിലേക്ക് ജയിക്കാനായിട്ട് തേടുന്നത്. കോൺഗ്രസിനോട് ഉള്ള എതിർപ്പിനെ തുടർന്നാണ് BJD എന്ന് പറയുന്ന പാർട്ടി പോലും രൂപം കൊള്ളുന്നതെന്ന് നമുക്കറിയാം. അത്തരത്തിൽ കഴിഞ്ഞ 30 വർഷത്തിലധികമായിട്ട് കോൺഗ്രസ് വിരോധം വെച്ച് പുലർത്തിയിരുന്ന നവീൻ പട്നായിക് ഇപ്പോൾ BJPയെ അവിടെ ചെറുത്ത് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിനോടുള്ള എതിർപ്പുകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒന്നിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ 2019-ലും 2019-ലും ഒക്കെ തന്നെ അശ്വിനി വൈഷ്ണവിന് പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്ന അശ്വിനി വൈഷ്ണവിനെ 2019-ലും 2024-ലും BJD പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇത്തവണ BJP തങ്ങളെ തകർത്തു എന്നുള്ള ഒരു വികാരം അവർക്കുണ്ട്. സഖ്യകക്ഷിയായിട്ട് മത്സരിച്ചിരുന്ന BJP ഒറ്റയ്ക്ക് മത്സരിച്ച് അവിടെ ഭരണം പിടിച്ചെടുത്ത് BJDയെ അപ്രസക്തമാക്കുന്ന ഒരു കാഴ്ച കണ്ടു. അതിലുള്ള ഒരു പക നവീൻ പട്നായിക്കിന് BJPയോടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതു വിധേനയും ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തി തെളിയിക്കുക എന്നതാണ് നവീൻ പട്നായിക് ലക്ഷ്യമിടുന്നത്. അതിനു വേണ്ടിയിട്ടാണ് കോൺഗ്രസിനോടുള്ള എല്ലാ വൈരാഗ്യവും ദേഷ്യവും മാറ്റിവെച്ചുകൊണ്ട് അവരോട് ഒപ്പം ചേർന്നുകൊണ്ട് അവരുടെ പിന്തുണ തേടിക്കൊണ്ട് അവരുടെ അഭ്യർത്ഥന കൂടി പരിഗണിച്ചുകൊണ്ട് ഒരു പൊതുസമ്മതനെ നിർത്തി അവിടെ വിജയിപ്പിച്ചെടുക്കുക. അങ്ങനെ BJPക്ക് ശക്തമായ ഒരു അടി കൊടുക്കുക. നമ്മൾക്കറിയാം, പല സംസ്ഥാനങ്ങളിൽ നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJP അവിടെ കുതിരക്കച്ചവടം നടത്തി എതിർ പക്ഷത്തുള്ള MLA-മാരെ അട്ടിമറിച്ച് അവിടെ ആ ഒരു ഫലം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുകയും അട്ടിമറി നടത്തുകയും ചെയ്യുന്നത് നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഉൾപ്പെടെ സമുന്നതരായ പല നേതാക്കളും അത്തരത്തിൽ തോൽവി വിളങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ എന്ത് നാറിയ കളികളും കളിക്കും BJP എന്നുള്ളത് BJDക്കും ഒപ്പം തന്നെ കോൺഗ്രസിനും വ്യക്തമായിട്ട് അറിയാം. അത് മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കോൺഗ്രസും BJDയും പോയിരിക്കുന്നത്. എന്തായാലും ഈ മാർച്ച് 16-ാം തീയതി നടക്കുന്ന ഒഡീഷയിലെ 4 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാകും. ഈ പറയുന്നത് പോലെ 4ാമത്തെ സീറ്റിൽ അവിടെ BJP സ്വാഭാവികമായിട്ടും ഒരു സ്ഥാനാർത്ഥി നിർത്തും. അവർ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് ഇത്തരത്തിൽ പ്രതിപക്ഷത്തുള്ള പ്രത്യേകിച്ചും കോൺഗ്രസിന്റെയും BJDയുടെയും ഒക്കെ തന്നെ MLA-മാരെ ചാക്കിട്ട് പിടിച്ച് അവർക്ക് കാശ് കൊടുത്തവരെ സ്വാധീനിച്ച് തങ്ങൾക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യിക്കാമെന്നതായിരിക്കാം. അങ്ങനെയാണ് അവർ 4ാമത്തെ സീറ്റിലേക്ക് ഒരു സ്ഥാനാർത്ഥി നിർത്തുന്നത്. പക്ഷേ അത് ഇത്തവണ വിജയിക്കാൻ പോകുന്നില്ല, അതൊന്നും ഫലം കാണില്ല എന്ന് കോൺഗ്രസ് ഉറപ്പിക്കുന്നുണ്ട്. BJDയും അത് കാര്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും 4ാമത്തെ സീറ്റിൽ BJDയും കോൺഗ്രസും ഒന്നിച്ച് നിന്നു കഴിഞ്ഞാൽ വിജയം സുനിശ്ചിതമാണ്. അവിടെ മറ്റു തരത്തിലുള്ള യാതൊരു അട്ടിമറിയും ഉണ്ടാകില്ല എന്നും കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ ഭക്തചരൺദാസ് വ്യക്തമാക്കുന്നുണ്ട്.